ഹലോ, പ്രൈസ് ലോൺ. കർത്താവിൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദൈവിക ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ പല കഷ്ടതകൾ, പല പ്രതികൂലങ്ങൾ, പല ഞെരുക്കങ്ങൾ, പല ഇല്ലായ്മകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോഴെല്ലാം പലപ്പോഴും എല്ലാവർക്കുമല്ല, ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വഴികൾ എന്നുള്ളത്. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. യഹോവേ, കർത്താവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഒരുപക്ഷെ നിങ്ങൾ ഇന്നും ഇപ്പോഴും ഞെരുക്കങ്ങളിലായിരിക്കാം പോകുന്നത്. പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം, ഇല്ലായ്മകളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ വേദനകളിലൂടെ ആയിരിക്കാം. എന്നാൽ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ദൈവത്തിൻ്റെ വഴി എന്നുള്ളത് യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ മേൽ ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ അതൊരത്ഭുത വഴിയാണ്. ദൈവത്തിൻ്റെ വഴികൾ അത് തികവുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മെ ട്രെയിൻ ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴികൾ ഒരിക്കലും കഠിനമായി പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന പലർക്കും ഒരു വേദന അനുഭവപ്പെട്ട് ഒന്ന് വരേക്കാം. ചില ഭാരങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില സമയത്തേക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വന്നേക്കാം. എന്നിരുന്നാലും പതറരുത്. ഇസ്രായേൽ മക്കളുടെ പ്രയാണ യാത്രയിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ മുന്നോട്ടുള്ള വാഗ്ദത്തത്തിൻ്റെ യാത്രയിൽ അവർ പെട്ടുപോകാനുള്ള കാരണം, അവർ പരാജയപ്പെടാനുള്ള കാരണം, അവർ പിറുപിറുക്കാനുള്ള കാരണം, അവർ ദൈവത്തോട് മത്സരിക്കാനുള്ള കാരണം, വചനം ഇങ്ങനെ പറയുന്നു: അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ദൈവം അവരെ നോക്കി പറയുകയാണ്. ഇസ്രായേൽ മക്കളുടെ ആ മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തോട് അവർ പിറുപിറുക്കത്തില്ല, അവരൊരിക്കലും ദൈവത്തോട് മത്സരിക്കത്തില്ല, അവർ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കത്തില്ല, അവരുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അവർ ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവരായിപ്പോയതുകൊണ്ട് അവരിൽ പലരും മരുഭൂമി യാത്രയിൽ പെട്ടുപോയി, പരാജയപ്പെട്ടുപോയി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സ്തോത്രം, ഒരു ഭക്തനാണ് യോസേഫ്. ആ ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിനായിട്ട് ഒരു സ്വപ്നം അവൻ്റെ 17-ാം വയസ്സിൽ ദൈവം അവന് കൊടുത്തു. സ്വപ്നം കൊടുത്തപ്പോൾ തന്നെ ആ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ദൈവം യോസേഫിനെ അറിയിച്ചില്ല. സ്വപ്നം മാത്രമാണ് കൊടുത്തത്. ഇതുപോലെയാണ് യോസേഫ് നഷ്ടമായി, മരിച്ചുപോയി എന്ന് തൻ്റെ മക്കൾ വന്ന് പറഞ്ഞപ്പോഴും യാക്കോബിനോട് ദൈവം എന്ത് ചെയ്തില്ല? നീണ്ട 13 വർഷങ്ങൾ യോസേഫ് മിസ്രൈമിലുണ്ട് എന്ന് യാക്കോബിനോട് ദൈവം അറിയിച്ചില്ല. ചില കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മോട് ദൈവം മറച്ചു വെക്കുന്നത് നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മുടെ നാളുകളിലെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ മാത്രമല്ല, അനേകരുടെ രക്ഷയ്ക്ക്, അനേകരുടെ വിടുതലിന്, അനേകരുടെ ആശ്വാസത്തിനും വേണ്ടിയാണ് ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പൂർണ്ണമായിട്ടും അറിയിക്കത്തില്ല. അതുപോലെയാണ് യോസേഫിൻ്റെ ജീവിതത്തിലും. തനിക്ക് ദൈവം ഒരു നിയോഗം, ഒരു സ്വപ്നം കൊടുത്തപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടാനുള്ള വഴികൾ ദൈവം അവനോട് അറിയിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അറിയിച്ചതാണെങ്കിൽ യോസേഫ് ആ സ്വപ്നങ്ങളിലേക്ക് പോകത്തില്ല, ആ സ്വപ്നങ്ങളുടെ പാതകളിലേക്ക് അവൻ കാലടി എടുത്തു വെക്കത്തില്ലായിരുന്നു. അവൻ തൻ്റെ ഭവനത്തിൽ തന്നെ ആയിരുന്നേനെ.
ദൈവത്തിൻ്റെ പദ്ധതി അവനിലൂടെ നടക്കാതെ പോയേനെ. എന്നാൽ ഇന്നും ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ചിലത് നമ്മിൽ നടക്കണമെങ്കിൽ ചില സമയത്തേക്ക്, ചില കാലങ്ങളിലേക്ക് ദൈവം തൻ്റെ വഴികളിലൂടെ നമ്മെ നടത്തി നമ്മെ ജയകരമായ ചില മേഖലകളിലേക്ക്, ചില ഉയർച്ചകളിലേക്ക്, അനേകരുടെ രക്ഷയ്ക്കായും അനേകരുടെ ആശ്വാസത്തിനായും അനേകരുടെ വിടുതലായും നാം തീരണമെങ്കിൽ ചിലത് ദൈവം മറച്ചു വെച്ചേ തീരൂ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നീയും ഞാനൊക്കെ ചോദിച്ചേക്കാം, നിങ്ങളും ഞാനൊക്കെ ചോദിച്ചേക്കാം, എന്താണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? എന്താണ് കർത്താവേ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയത്? യോസേഫും തൻ്റെ ആ 13 വർഷത്തിനിടയിൽ സഹോദരന്മാർ തന്നെ പകച്ചപ്പോൾ ഒരുപക്ഷെ ചോദിച്ചു കാണാം. തന്നെ പൊട്ടക്കിണറിൽ സഹോദരന്മാർ ഇട്ടപ്പോൾ, ഒരു അടിമ കച്ചവടക്കാർക്ക് അടിമയെപ്പോലെ വിറ്റപ്പോൾ, അത് നിമിത്തം കാരാഗ്രഹത്തിൽ താൻ കടന്നു. 13 വർഷങ്ങൾ തൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ദൈവത്തോട് ചോദിച്ചു കാണാം, എന്താണ് കർത്താവേ ഒരു സ്വപ്നത്തിനകത്ത് ഇങ്ങനെയല്ല ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്? നിങ്ങളും പ്രിയമുള്ളവരെ അങ്ങനെയൊക്കെ ചോദിച്ചവരല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഒരു ആലോചന പറയുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വഴികളാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പാതകളാണ്. ആകയാൽ ധൈര്യത്തോടെ മുന്നേറുക, ആകയാൽ ഭാരപ്പെടേണ്ട. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആ വഴികളിലൂടെ എല്ലാം യോസേഫ് യാത്ര ചെയ്യുമ്പോൾ പൊട്ടക്കിണർ, സഹോദരന്മാർ പകച്ചു, ഒരു അടിമബാലനെ പോലെ വിൽക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റമേൽക്കപ്പെട്ടു. അപ്പോഴെല്ലാം സ്തോത്രം, അവിടെ എഴുതി വച്ചിരിക്കുന്നു, യോസേഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു, യഹോവ ഉണ്ടായിരുന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. നിങ്ങളോട് കൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ എല്ലാ ഞെരുക്കത്തിൻ്റെ പാതകളിലും, നിങ്ങളുടെ എല്ലാ ഞെരുക്കത്തിൻ്റെ വഴികളിലും, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും മനുഷ്യരാരുമില്ലെങ്കിലും ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് കലങ്ങണ്ട, അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങളെയും എന്നെയും അനേകർക്കൊരു അടയാളമാക്കി വെക്കാൻ, അനേകർക്കൊരു അത്ഭുതമാക്കി വെക്കാൻ, അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ വഴികളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നേരത്തേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ സ്തോത്രം ചെയ്യുക, ഇത്തിരി കൂടെ കൂടുതൽ കർത്താവിനെ സ്തുതിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ വഴികളാണ്. ഇതിലൂടെ കടത്തിവിട്ട്, ഈ വഴികളിലൂടെ നടത്തി നമ്മെ ഒരു ഉയർച്ചയുള്ള ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക്, ഒരു സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന് അതിലൂടെ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ളതാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. നോക്കിയേ, ഈ വഴികളിലൂടെയെല്ലാം യാത്ര ചെയ്തപ്പോൾ യോസേഫിന് പലപ്പോഴും മനസ്സിലായില്ല ദൈവത്തിൻ്റെ വഴി എന്താണെന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോസേഫ് തന്നെ വ്യസനിപ്പിച്ച, തന്നെ പൊട്ടക്കിണറ്റിലിട്ട, തന്നെ വിറ്റുകളഞ്ഞ തൻ്റെ സഹോദരന്മാർ ആഹാരത്തിനായിട്ട് മിസ്രൈമിൽ വന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, തന്നെ വ്യസനിപ്പിച്ചവരോട് സ്വാഭാവികമായി തോന്നുന്ന ഇമോഷൻ എന്താണെന്നറിയാമോ? ദേഷ്യം, അല്ലെങ്കിൽ കോപം, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാനുള്ള മനോഭാവമല്ലേ ഉണ്ടാകത്തുള്ളൂ? അല്ലേ? നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ? എന്നാൽ നമുക്കവിടെ യോസേഫിനെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? യോസേഫ് ഒരു പ്രതികാരം ചെയ്യുന്നവനായിട്ടല്ല, യോസേഫ് ഒരിക്കലും പകരം ചെയ്യാനായിട്ട് നിൽക്കുന്നൊരു മനോഭാവത്തിലല്ല അവിടെ നിൽക്കുന്നത്. മറിച്ച് സഹോദരന്മാരോട് അവരുടെ അവസ്ഥകളെ കണ്ട് അവരോട് മനസ്സലിയുന്ന നിലയിലാണ് യോസേഫ് അവരുടെ മുൻപിൽ നിന്നത്. അതുകൊണ്ടാണ് തന്നെ വ്യസനിപ്പിച്ചവരോട് പറയുകയാണ്, വ്യസനമേറ്റവൻ, വ്യസനിപ്പിക്കപ്പെട്ടവൻ, അവരാൽ വ്യസനിപ്പിക്കപ്പെട്ടവൻ പറയുകയാണ്, വ്യസനിപ്പിച്ചവരോട് നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ കരയണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇതിലൂടെ ഞാനൊരു ആത്മാവിലൊരു ദൂത് പറയാം. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരോട്, നിങ്ങളെ കുറ്റം പറഞ്ഞവരോട്, നിങ്ങളെയൊക്കെ പലപ്പോഴും വേദനിപ്പിച്ചവരോട്, ഒത്തിരി പേരുണ്ടാകാം, നിങ്ങളെ വ്യസനിപ്പിച്ചവർ, നിങ്ങളെ തള്ളിക്കളഞ്ഞവർ, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞവർ, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ. എന്നാൽ അവരുടെ മുൻപിൽ ദൈവം എന്നെയും നിങ്ങളെയും നിർത്തി നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്ന അളവിലേക്ക്, ആ പൊസിഷനിലേക്ക് നമ്മുടെ മുൻപിൽ അവരെ ദൈവം കൊണ്ടുവന്ന് നമ്മൾ അവർക്കൊരു നന്മയായി മാറത്തക്കവണ്ണം ദൈവം നമ്മളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും.
അതാണ് അവിടെ സംഭവിക്കുന്നത്. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന അടുത്ത പദങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ പറയുന്നു സഹോദരന്മാരോട്, നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ കരയേണ്ട. എന്തിനാണ് അവർ വ്യസനിച്ചത്? എന്തിനാണ് അവർ കരഞ്ഞത്? വേറെ ഒന്നും കൊണ്ടല്ല. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ ഉപദ്രവിച്ചുവല്ലോ. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ വിറ്റ് കളഞ്ഞല്ലോ. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ ഒറ്റപ്പെടുത്തിയല്ലോ. ഈ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തിയവർ ഈ ദിവസങ്ങളിൽ ദുഃഖിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. നമ്മളെ ദുഃഖിച്ചത് നിമിത്തം, നമ്മളെ വേദനിപ്പിച്ചത് നിമിത്തം അവരുടെ അകത്തൊരു സങ്കടമുണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അടുത്ത പദങ്ങളിലേക്ക് നമുക്ക് വരാം. യോസേഫ് അവരോട് പറയുന്നു, നിങ്ങൾ കരയേണ്ട, വേദനിക്കേണ്ട. ദൈവം നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് മുൻപേ എന്നെ ഈ മിസ്രൈമിലേക്ക് നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് എന്നെ ദൈവം അയച്ചതാണ് എന്നവിടെ വളരെ വ്യക്തമായിട്ട് യോസേഫ് വിളിച്ചു പറയുന്നു സഹോദരന്മാരോട്. അങ്ങനെയാണെങ്കിൽ ചില വഴികളെല്ലാം നമുക്ക് മനസ്സിലാകത്തില്ല. ചില വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേദനയായിരിക്കാം, കണ്ണുനീരായിരിക്കാം, ഭാരമായിരിക്കാം, നിരാശയായിരിക്കാം, പലപ്പോഴും പിറുപിറുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകാം. അയ്യോ കർത്താവേ എന്ന് നിലവിളിച്ചു പോയേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു ആലോചന പറയട്ടെ. ഈ വഴികളിലൂടെയെല്ലാം ദൈവം കടത്തി വിടുന്നത് ചില ഉയർച്ചകളിലേക്ക്, ചിലരുടെ നന്മയ്ക്ക് വേണ്ടി, ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി, ചിലരുടെ അത്ഭുതത്തിന് വേണ്ടി. നിന്നെയും എന്നെയും നിങ്ങളെയും എന്നെയും ഒരു അത്ഭുതമാക്കി മാറ്റാൻ, അനേകർക്കും ഒരു ആശ്വാസമാക്കി മാറ്റാൻ, അനേകർക്കൊരു നന്മയാക്കി മാറ്റാൻ ദൈവം ആ വഴികളിലൂടെ നമ്മെ അയക്കുകയായിരുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് വിചാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ വഴികളെ അറിയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്. ആകയാൽ നിങ്ങൾ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കർത്താവിനോട് ഇങ്ങനെ കർത്താവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വഴി നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നതാണ്. ദൈവത്തിൻ്റെ വഴികളെല്ലാം നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുന്നതാണ്. ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ് ദൈവം നമ്മെ പണിയുന്നത്. ദൈവത്തിൻ്റെ വഴിയാണ് നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ വഴി നമ്മെ കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അനേകർക്കൊരു ആശ്വാസം, അനേകർക്കൊരു നന്മയും, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അടയാളമായി നിൽക്കുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് വഴി നടത്തട്ടെ. സന്തോഷത്തോടെ ക്രിസ്തുവിലുള്ള ജയകരമായ ജീവിതത്തിൽ ആനന്ദത്തോടെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.